ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രെയിൻ ഡ്രോപ്പ് സ്പേസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കോഡ്രാബേ വെരിഫിക്കേഷനിൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ട്രാക്ക് യുവർ വെരിഫിക്കേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കോഡ്രാബേ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിനകത്ത് ആപ്ലിക്കേഷൻ ഹബ്ബ് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഹബിനകത്ത് അതിൻ്റെ സബ്ബായിട്ട് തന്നെ നമുക്കിത് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഹബ്ബ്. ആപ്ലിക്കേഷൻ ഹബ്ബ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ ഹബിനകത്ത് നമ്മൾ ഇങ്ങനെ കാണാം മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, പേഴ്സണൽ അക്കൗണ്ട്, ബിസിനസ് അക്കൗണ്ട്. ഇതിൻ്റെ അകത്ത് ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ, ട്രാക്ക് നൗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ട്രാക്ക് നൗ കൊടുക്കുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് ട്രാക്ക് യുവർ വെരിഫിക്കേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എൻ്റർ യുവർ ആപ്ലിക്കേഷൻ ഐ ഡി ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. എൻ്റർ യുവർ ആപ്ലിക്കേഷൻ ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് റെസിപ്റ്റ് അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ QBK എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന 2, 4, 6, 8, 10 നമ്പറുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്പർ വരും. QBK പിന്നെ ഒരു 10 ഡിജിറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. കൂടാതെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി എൻ്റർ ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇയർ, മന്ത്, ഡേ അങ്ങനെ വേണം എൻ്റർ ചെയ്യാനായിട്ട്. ഞാനപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഐ ഡിയും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. QBK പിന്നെ 10 ഡിജിറ്റ് നമ്പറാണ് വരുന്നത്. നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ നോക്കി നിങ്ങൾക്കിവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ പറഞ്ഞു ഇയർ, മന്ത്, ഡേ അങ്ങനെ എൻ്റർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ID നമ്പറും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അടിച്ചു കൊടുത്തിട്ട് ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ കൊടുത്തു. ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കറൻ്റ് ആയിട്ടുള്ള പ്രസൻറ്റ് സ്റ്റാറ്റസ് അവിടെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ സക്സസ് ആണ്, ആപ്ലിക്കേഷൻ ഫൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട്, ആപ്ലിക്കേഷൻ്റെ റെഫറൻസ് നമ്പർ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഞാൻ 2 ക്വാളിഫിക്കേഷൻ ഉണ്ട്, UG ഉണ്ട്, PG ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഞാൻ ചെയ്തിരിക്കുന്നത് തമിഴ്നാട് ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ്, ഇൻ രജിസ്ട്രേഷൻ, സബ്മിറ്റഡ്, പ്രോസസ്സിങ്, കംപ്ലീറ്റ് എന്ന് കാണിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എൻ്റെ UG ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ്, ഇൻ രജിസ്ട്രേഷൻ, സബ്മിറ്റഡ്, പ്രോസസ്സിങ്, കംപ്ലീറ്റഡ്. അപ്പം നമ്മളുടെ 2 യൂണിവേഴ്സിറ്റിയിൽ നിന്നും കംപ്ലീറ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മളുടെ ഇമെയിലോട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളെ മിനിസ്ട്രി ഓഫ് ഹയറിലോട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്ന് അവർ പറയും. അങ്ങനെ ആ സമയത്ത് നിങ്ങൾ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷനിൽ നിങ്ങളുടെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അവിടെ ചെല്ലേണ്ടതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന മെത്തേഡ്, അതായത് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് കൊടുക്കാം, എക്സ്പ്രസ് കൊടുക്കാം. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 22 വർക്കിംഗ് ഡേയ്സും എക്സ്പ്രസ് ആണെങ്കിൽ 15 വർക്കിംഗ് ഡേയ്സും ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഇതാണ് കൊടുത്തിട്ടുള്ളത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് ആവുന്നത്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ അറിഞ്ഞതാണ്, ഇതിൻ്റെ കൃത്യതയൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇന്ത്യയിലുള്ള ചില യൂണിവേഴ്സിറ്റിക്കാർ കോഡ്രാബേ വെരിഫിക്കേഷൻ റിപ്പോർട്ട് സ്പോട്ടിൽ കൊടുക്കാതിരിക്കുകയും അതിന് വേണ്ടിയിട്ട് ചില യൂണിവേഴ്സിറ്റിക്കാർ അവർക്ക് തന്നെ വേറൊരു ചാർജും കൂടി അടയ്ക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ കോഡ്രാബേ വെരിഫിക്കേഷൻ ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോഡ്രാബേ വെരിഫിക്കേഷന് യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവരുടെ ഒരു ചാർജ് വരുന്നുണ്ട്. ഏകദേശം 5 KD 535 ഫീസൊക്കെ ആയിട്ടാണ് ഞാനത് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ അപ്ലിക്കേഷൻസ് ഇത് ഇത്രയും സ്റ്റാൻഡേർഡായിട്ടും അല്ലെങ്കിൽ എക്സ്പ്രസ് ആയിട്ടും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങൾ കോഡ്രാബേയുടെ ആയിട്ട് കോൺടാക്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഡിലേ ആവണതെന്ന് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റീസൺ മേ ബി ഇതാണെങ്കിൽ ഇതിൻ്റെ ചാർജ് പേയ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തന്നെ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് അത് ഡിലേ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് യൂണിവേഴ്സിറ്റികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികൾക്കും യൂണിവേഴ്സിറ്റിയുടേതായ ക്രൈറ്റീരിയാസ് ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മാത്രമേ കോഡ്രാബേയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു ഇൻഫർമേഷൻ എനിക്ക് തരാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡ്രാബേയുടെ
ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കൂടാതെ ഉള്ളത് നിങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ധാരാളം എൻക്വയറി വന്നിട്ടുള്ളത്. രണ്ട് രീതിയിലുള്ള കോഡ്രാബിയാണ് ഉള്ളത്. മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ കോഡ്രാബിയും എസ്പെഷ്യലി ഫോർ ഹെൽത്ത് പ്രൊഫഷണൽസിന് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ കോഡ്രാബെ ചെയ്യണോ അതോ മിനിസ്ട്രി ഓഫ് ഹയറിലെ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഒഫീഷ്യൽസിൽ കാണിക്കുന്നത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് മറ്റൊന്നുമല്ല, അതായത് ഇമ്പോർട്ടൻസ് നോട്ടീസ് അപ്ലിക്കൻസ് വിത്ത് വാലിഡ് സിവിൽ ID മസ്റ്റ് രജിസ്റ്റേഴ്സ് ഓൺ ദി മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ പോർട്ടൽ. For applicant without a civil ID, applicant must be submitted through the MOHK Kodrabe portal by the entry of PRO, Mandu, HR personnel or representative. Please ensure your choice the correct platform to avoid delay. അപ്പോൾ അപ്ലിക്കൻസിന് സിവിൽ ID ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ പോർട്ടൽ ത്രൂ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സിവിൽ ID ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ HR ആരാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് തന്നിരിക്കുന്നത് ഏത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കമ്പനി ഏതാണോ അവർ ത്രൂ നിങ്ങൾ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് പുതിയ ക്ലാരിഫിക്കേഷൻ. അപ്പോൾ ഇത് ഈ അടുത്തിടെയാണ് ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ നമ്മളെ എന്താ പറയുക, സ്പോൺസറിന് മാത്രമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സിവിൽ ID ഉള്ള ആർക്കും മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ത്രൂ സിവിൽ ID ഉള്ളവർക്ക് മാത്രം കേട്ടോ, സിവിൽ ID ഇല്ലാത്തവർ ഓർഗനൈസേഷൻ ത്രൂ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇതാണ് പുതിയൊരു ഇൻഫർമേഷൻ. അപ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യേണ്ടതെന്നും ഈ ഒരു ഡൗട്ടും ക്ലിയർ ആയിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു.